അന്നത്തെ ആക്ഷേപങ്ങളൊന്നും സത്യത്തിൽ യാതൊരു വസ്തുതകളുമില്ലാത്ത ആക്ഷേപമാണ്. കാരണം ഈ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ നിന്ന് ഈ വയനാട് കളക്ഷൻ ആരംഭിച്ചതിന് ശേഷം ഒരു സിംഗിൾ രൂപ പോലും പിൻവലിച്ചിട്ടില്ല, ഒരു രൂപ പോലും വിഡ്രോ ചെയ്തിട്ടില്ല. ആ അക്കൗണ്ടിലേക്കാണ് ഞങ്ങളുടെ കമ്മിറ്റികൾ പണം നൽകുന്നത്. ആ നൽകിയ പണം മുഴുവൻ ഞങ്ങളുടെ കൈവശം ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ ആ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതും ആ അക്കൗണ്ടിലേക്ക് ഇടയ്ക്ക് സംഘടനാപരമായിട്ട് വന്ന 5 ലക്ഷം പോലും ആ അക്കൗണ്ടിലാണ്. പക്ഷെ അതുപോലെ ഞങ്ങൾ വയനാട് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു രൂപ പോലും അതിൽ മിസ്മാനേജ് ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് സംഭവിച്ച ആകെ ഒരു കാര്യം വേണമെങ്കിൽ പറയാവുന്നത്, ഞങ്ങളുടെ ചില കീഴ്ഘടകങ്ങൾക്ക് വേണ്ട രീതിയിൽ അതിൽ മുന്നോട്ട് വരാൻ സാധിച്ചില്ല. അപ്പോൾ ആ മുന്നോട്ട് വരാൻ സാധിക്കാത്ത പോയ ചില ഘടകങ്ങൾക്കെതിരെ നടപടി എടുക്കേണ്ടതായി വന്നു. അത് എല്ലാ കാലത്തേക്കുള്ള നടപടിയല്ല. അവരുടെ പോരായ്മ അവർ തിരുത്തിയാൽ ആ നടപടി പിൻവലിക്കുന്നുള്ള ഘട്ടമാണ്. അങ്ങനെ വന്നപ്പോഴാണ് വീണ്ടും ജില്ലാ പര്യടനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ പണം കുറച്ചുകൂടി വന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിലെ പണമായി ഞങ്ങൾ 1,05,00,000 രൂപ കളക്ട് ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ ഞങ്ങൾ ബാക്കി പണം കൂടി കളക്ട് ചെയ്ത് ഈ പദ്ധതി പൂർത്തീകരിക്കും. അത് പാർട്ടി കൂടി കൈമാറി അത് പാർട്ടിയുടെ സ്ഥലത്ത് തന്നെ അത് പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അല്ല, സമയത്തിന്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഇപ്പോ ഭൂമി ഏറെക്കുറെ ആയി. ഇനി അവിടെ നിർമ്മാണത്തിന് അനുവാദം കിട്ടേണ്ട സാവകാശമേ ഉള്ളൂ. അത് ഞാൻ ആദ്യമേ പ്രഖ്യാപിക്കാത്തപ്പോൾ നേരത്തെ ആരംഭിച്ച പല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ സാങ്കേതിക തടസ്സങ്ങൾ പെട്ടുകിടക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പൊ സമയം ഞാൻ ഇന്ന ഡേറ്റിൽ ആരംഭിക്കുന്നു ഇന്ന ഡേറ്റിൽ അവസാനിക്കുന്നു പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ തീർക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണല്ലോ. ഞങ്ങൾ ഈ നാട്ടിൽ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കേണ്ട ആളുകളല്ലേ. ഇത് ഞങ്ങളെ സീരിയസ് ആയിട്ട് ഞങ്ങളെ ബാധിക്കുന്ന രീതിയിലാണല്ലോ ഇതിന്റെ ഒരു ക്യാമ്പയിൻ മുഴുവനായിട്ട് പോയതെല്ലാം തന്നെ. സ്വാഭാവികമായിട്ട് ഞങ്ങൾ തീർക്കേണ്ടതല്ലേ. അത് ഞങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും. ഞങ്ങളുടെ കമ്മിറ്റികളുടെ സ്ട്രെങ്ത് മുഴുവൻ ഉപയോഗിച്ച് അത് ഞങ്ങൾ പൂർത്തീകരിക്കും.